സംസ്ഥാനത്ത് രണ്ടാം ഘട്ട തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ പരസ്യ പ്രചാരണം അവസാനിച്ചു. കാസർഗോഡ് മുതൽ തൃശൂർ വരെയുള്ള 7 ജില്ലകളിൽ വർണ്ണാഭമായ കൊട്ടിക്കലാശമാണ് അരങ്ങേറിയത്. 3 മുന്നണികളും തദ്ദേശ തെരഞ്ഞെടുപ്പിൽ വലിയ പ്രതീക്ഷയാണ് വെച്ചു പുലർത്തുന്നത്. ഇനി നിശബ്ദ പ്രചാരണത്തിന്റെ മണിക്കൂറുകളാണ്. അത്യന്തം ആവേശകരം, ആഹ്ലാദഭരിതം കൊട്ടിക്കലാശം ഇവിടെ കൊട്ടിക്കലാശിച്ചിരിക്കുന്നു. ഈ 2025 തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ രണ്ടാം ഘട്ടമാണ് ഇവിടെ കൊട്ടിക്കലാശിച്ചിരിക്കുന്നത്. ആവേശഭരിതരായി UDF-ന്റെയും LDF-ന്റെയും BJP-യുടെയും പ്രവർത്തകർ 3 ഇടങ്ങളിലായി സംഗമിച്ചുകൊണ്ട് അവരുടെ സ്ഥാനാർത്ഥികൾക്ക് വേണ്ടി ആഹ്ലാദിക്കുകയും നൃത്തം ചവിട്ടുകയും ചെയ്യുന്ന വർണ്ണാഭമായ കാഴ്ചകളാണ് ഈ കോഴിക്കോട് നഗരത്തിൽ പാളയം ബസ് സ്റ്റാൻഡിലൊക്കെ നമുക്ക് കാണാൻ കഴിയുന്നത്. ഇതിന് സമാനമായ രീതിയിലാണ് 7 ജില്ലകളിൽ, കാസർഗോഡ് മുതൽ തൃശൂർ വരെയുള്ള ജില്ലകളിൽ നമുക്ക് ഓരോയിടത്തും കാണാൻ കഴിഞ്ഞത്. ഓരോയിടത്തും ഓരോ മുന്നണിയുടെയും കൊട്ടിക്കലാശം വാർഡുകൾ കേന്ദ്രീകരിച്ചായിരുന്നു. LDF-ന്റെ കൊട്ടിക്കലാശത്തെ സംബന്ധിച്ച് പറയുമ്പോൾ ചെങ്കൊടിയേന്തി ചുവന്ന ഷാളുകൾ ധരിച്ച് സ്ഥാനാർത്ഥികളുടെ ചിത്രങ്ങൾ ആലേഖനം ചെയ്ത ടീഷർട്ട് ധരിച്ച് ഒപ്പം തന്നെ വളരെ ആവേശഭരിതരായി നൃത്തം ചവിട്ടിക്കൊണ്ടാണ് പ്രവർത്തകർ ഓരോയിടത്തും കൊട്ടിക്കലാശം ആഘോഷമാക്കിയത്. UDF-ന്റെ കാര്യമെടുക്കുകയാണെങ്കിൽ ത്രിവർണ്ണ നിറത്തിലുള്ള ഷാളുകളേന്തി കൈപ്പത്തിയുടെയും കോണിയുടെയും ചിഹ്നങ്ങൾ ധരിച്ച് കോൺഗ്രസിന്റെയും ലീഗിന്റെയും എല്ലാം പതാകകൾ കയ്യിലേന്തി അത് വാനിൽ ആവേശത്തോടുകൂടി വീശിക്കൊണ്ട് നൃത്തം ചവിട്ടിക്കൊണ്ട് UDF പ്രവർത്തകരും ആഘോഷമാക്കിയപ്പോൾ BJP പ്രവർത്തകർ DJ സംവിധാനത്തിന്റെ സഹായത്തോടുകൂടി BJP-യുടെ പ്രചരണ ഗാനങ്ങളെല്ലാം തന്നെ അവിടെ കേൾപ്പിച്ചുകൊണ്ട് നൃത്തം ചവിട്ടുന്ന ഒരു കാഴ്ച. BJP-യുടെ പതാക വാനിലുയർത്തി അവരും ആവേശഭരിതമായി ഈ കൊട്ടിക്കലാശത്തെ മാറ്റി. ഇനി നിശബ്ദ പ്രചരണത്തിന്റെ മണിക്കൂറുകളാണ്. ഈ കൊട്ടിക്കലാശത്തിൽ നിന്നും കഴിഞ്ഞ് നേരെ പോകുന്നത് നിശബ്ദ പ്രചാരണത്തിന്റെ 24 മണിക്കൂറിലേക്കാണ്. അത് കഴിഞ്ഞാൽ മറ്റന്നാൾ തെരഞ്ഞെടുപ്പിലേക്കാണ് കേരളം പോകുന്നത്. വടക്കൻ മേഖലയിലുള്ള തെരഞ്ഞെടുപ്പ് കൂടി പൂർത്തിയായാൽ 13-ന് വിധിയറിയാം. ഇത്തവണ കേരളത്തിന്റെ തദ്ദേശം ആർക്ക് അനുകൂലമായിരിക്കുമെന്നുള്ളത്. LDF അവകാശപ്പെടും പോലെ LDF അവരുടെ ചരിത്രം ആവർത്തിക്കുമോ, അതല്ല UDF അവകാശപ്പെടും പോലെ UDF-ന് നേട്ടമുണ്ടാകുമോ, BJP പറയുന്നത് പോലെ ഇത്തവണ BJP കറുത്ത കുതിരയാകുമോ എന്നുള്ള കാര്യം കണ്ടറിയാം എന്നുള്ളതാണ്. അതിൻ്റെ ഒരു വലിയ ഒരു പരിപ്രേക്ഷ്യമാണ് ഇന്നത്തെ ഈ കൊട്ടിക്കലാശത്തിലുടനീളം നമുക്ക് കാണാൻ കഴിഞ്ഞത്. കോഴിക്കോട് പാളയത്ത് നിന്നും ക്യാമറ പേഴ്സൺ രാഹുൽ മക്കടയ്ക്കൊപ്പം റിയാസ് KMR, കേരള വിഷൻ ന്യൂസ്.